ഇനി നമുക്ക് പേയെക്കുറിച്ചാണ്. എത്ര ടൈപ്പ് പേ ഉണ്ട്? പ്രധാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു 2 ടൈപ്പ് പേ ആണ്. അതിൽ ഒരു ടൈപ്പ് പേ പറയുന്നത് ഒഫീഷിയേറ്റിംഗ് പേ. ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, ഒഫീഷിയേറ്റിംഗ് പേ. രണ്ടാമത്തെ പേ എന്ന് പറയുന്നത് സബ്സ്റ്റാൻറ്റീവ് പേ. ഒഫീഷിയേറ്റിംഗ് പേ, സബ്സ്റ്റാൻറ്റീവ് പേ, അങ്ങനെ 2 ടൈപ്പ് പേ ആണുള്ളത്. അതിൽ ഒഫീഷിയേറ്റിംഗ് പേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഒഫീഷിയേറ്റിംഗ് പേ എന്ന് പറയുന്നത് ഒരാൾ ലീൻ ഇല്ലാത്ത ആൾക്കാർ വാങ്ങുന്ന പേ ആണ് ഒഫീഷിയേറ്റിംഗ് പേ. ലീനുള്ള ആൾക്കാർ വാങ്ങുന്ന പേ സബ്സ്റ്റാൻറ്റീവ് പേ ഇതെന്നുള്ളത് നേരത്തെ ഞാൻ വിശദീകരിച്ചതാണ്. ഇനി നമുക്ക് ഈ 2 പേയും ഇയാൾക്ക് ഇതെങ്ങനെയാണ് ഈ 2 പേയും അതുപോലെ തന്നെ വേറെ 2 പേയും കൂടെ ഉണ്ട്. ഒന്ന് സ്പെഷ്യൽ പേയും പേഴ്സണൽ പേയും. ഇത് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. പേഴ്സണൽ പേ, സ്പെഷ്യൽ പേ എന്ന് പറയുന്ന ഒഫീഷിയേറ്റിംഗ്, സബ്സ്റ്റാൻറ്റീവ്, സ്പെഷ്യൽ പേ, പേഴ്സണൽ പേ, ഇങ്ങനെ 4 ടൈപ്പ് പേ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ഈ പേയിൽ പ്രധാനമായിട്ട് ഞാൻ പറയാൻ പോകുന്ന പേയുടെ ഫിക്സേഷനാണ്. അപ്പോൾ പേ ഫിക്സേഷനാണ് എപ്പോഴൊക്കെയാണ് പേ ഫിക്സേഷൻ കൊടുക്കുന്നത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതിൽ പ്രധാനമായിട്ട് 5 സാഹചര്യങ്ങളിലാണ് പേ ഫിക്സേഷൻ വരുന്നത്. അതിൽ ഒന്ന്, ഒരാൾക്ക് പ്രൊമോഷൻ കിട്ടുമ്പോൾ പേ ഫിക്സ് ചെയ്തിരിക്കും. രണ്ടാമത്, ഹയർ ടൈം സ്കെയിലിൽ നിന്ന് ലോവറിലേക്ക് ഒരാളെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും പേ ഫിക്സ് ചെയ്യും. ഇപ്പോൾ 2 കണ്ടീഷനായി. പ്രൊമോഷൻ കിട്ടുമ്പോൾ പേ ഫിക്സ് ചെയ്യുന്നു, ഹയർ ടൈം സ്കെയിലിൽ നിന്ന് ലോവറിലേക്ക് വരുമ്പോഴും പേ ഫിക്സ് ചെയ്യുന്നു. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സ്കെയിൽ റിവൈസ് ചെയ്യുന്നു, എല്ലാ സ്കെയിലുകളും മാറ്റുന്നു. അങ്ങനെ സ്കെയിൽ റിവിഷന് പേ ഫിക്സ് ചെയ്യുന്നു. നാലാമത് സ്കെയിൽ അപ്ഗ്രഡേഷന് പേ ഫിക്സ് ചെയ്യുന്നു. അഞ്ചാമത് ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് കൊടുക്കുന്നതിന് വേണ്ടി പേ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ ഇത് 5 സാഹചര്യങ്ങളാണ് പേ ഫിക്സേഷനുള്ളത്. ഇനി നമുക്ക് അതിൽ ഞാൻ ഓരോന്നായിട്ട് പറയാം. ഫസ്റ്റിൽ പ്രൊമോഷൻ വരുമ്പോൾ പേ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ പ്രൊമോഷൻ വരുമ്പോൾ പേ ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പ്രൊമോഷൻ സമയത്ത് പേ ഫിക്സ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ റൂളുകൾ അപ്ലൈ ചെയ്യണം. പ്രൊമോഷന് വേണ്ടി നമ്മൾ എടുക്കുന്ന പ്രധാനമായിട്ടുള്ള 3 റൂളുകളാണ്. ഒന്ന്, ശ്രദ്ധിക്കണം, 28 റൂൾ 28 പ്രൊമോഷന് വേണ്ടി ഉള്ള റൂളാണ്. രണ്ടാമത്തെ റൂളെന്ന് പറയുന്നത് 37A എന്ന് പറയുന്ന സ്മാൾ എ, 37 സ്മാൾ എ. മൂന്നാമത്തെ റൂള് 28A, 28 ക്യാപിറ്റൽ എ. അപ്പോൾ പ്രധാനമായിട്ട് പ്രൊമോഷന് 3 റൂളുണ്ട്. അതിൽ ഒന്ന് റൂൾ 28, അടുത്ത റൂൾ 37A, മൂന്നാമത്തെ റൂൾ 28. അങ്ങനെ 3 റൂളാണ് ഈ പ്രൊമോഷന് വേണ്ടി ഉണ്ടായത്. ഇനി നമുക്ക് ഈ റൂളൊക്കെ പേ ഫിക്സേഷനിൽ ഏതൊക്കെ സാഹചര്യത്തിൽ അപ്ലൈ ചെയ്യാമെന്നും കൂടെ ഞാൻ ഒന്ന് പറയാം. അതിൽ പ്രധാനമായിട്ട് ഒന്ന്, നമുക്ക് റൂൾ 28, 37A ഇത് രണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കണം, പേ റിവിഷൻ്റെ ഡേറ്റ് എന്നാണെന്ന്. നമുക്ക് ലാസ്റ്റ് പേ റിവിഷൻ വന്നത് 1/7/14 മുതലാണ്. 1/7/14. അപ്പോൾ 1/7/14 മുതൽ പേ റിവൈസ് ചെയ്യുമ്പോൾ 1/7/14 മുതൽ പേ റിവൈസ് ചെയ്യുമ്പോൾ ഈ റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരാൾ ലോവർ ടൈം സ്കെയിലിൽ നിന്ന് ഹയർ ടൈം സ്കെയിലിലേക്കാണ് ഈ പ്രൊമോഷൻ വരുന്നത്. അപ്പോൾ ടൈം സ്കെയിലുകൾ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ ടൈം സ്കെയിലിൻ്റെ ഹയർ ടൈം സ്കെയിലിൻ്റെ മിനിമം പേ അത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഹയർ ടൈം സ്കെയിലിൻ്റെ മിനിമം പേ 68,700, 68,700, 68,700 എക്സീഡ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട റൂളെന്ന് പറയുന്നത് റൂൾ 28ഉം 37Aയുമാണ്. അപ്പോൾ ഒരു പ്രൊമോഷൻ കിട്ടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു പ്രോബ്ലമാണ് പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഏത് റൂള് അപ്ലൈ ചെയ്യണമെന്ന് നോക്കുന്നതിന് നിങ്ങളൊരു കാര്യം ചെയ്യണം. ആദ്യം ലോവർ ടൈം സ്കെയിലിൽ നിന്ന് ഹയർ ടൈം സ്കെയിലിലേക്കാണ് പ്രൊമോഷൻ വരുന്നത്. ഈ ഹയർ ടൈം സ്കെയിലിലെ മിനിമം പേ 68,700 എക്സീഡ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം റൂൾ ഒന്നുകിൽ 28 അല്ലെങ്കിൽ 37A.
അപ്പോൾ നമുക്ക് എന്തായാലും 28-ഉം 37A-യും 68-700 എക്സീഡ് ചെയ്യുന്ന എല്ലാ കേസിനും ഉപയോഗിക്കാം. ഇനി അടുത്ത് 28 എപ്പോഴും ഉപയോഗിക്കാം, 37A എപ്പോഴും ഉപയോഗിക്കാം. ഇപ്പോൾ 28 ഉപയോഗിക്കണമെങ്കിൽ ഇയാളുടെ പ്രൊമോഷൻ്റെ സ്വഭാവം നോക്കണം. സബ്സ്റ്റാൻറ്റീവ് കപ്പാസിറ്റിയിൽ നിന്ന് സബ്സ്റ്റാൻറ്റീവ് കപ്പാസിറ്റിയിലേക്കാണ് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്ന റൂള് 28 ആണ്. സബ്സ്റ്റാൻറ്റീവ് കപ്പാസിറ്റിയിൽ നിന്ന് സബ്സ്റ്റാൻറ്റീവ് കപ്പാസിറ്റിയിലേക്ക് ഒരാളെ പ്രൊമോട്ട് ചെയ്താൽ ഉപയോഗിക്കുന്ന റൂള് 28. ഇനി സബ്സ്റ്റാൻറ്റീവ് കപ്പാസിറ്റിയിൽ നിന്ന് ഒഫീഷ്യേറ്റിംഗ് കപ്പാസിറ്റിയിലാണ് പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ ഉപയോഗിക്കുന്ന റൂള് 37A. അപ്പോൾ ആദ്യം നിങ്ങൾ റോള് എടുക്കുമ്പോൾ ഫസ്റ്റിൽ നോക്കേണ്ടത് ഇയാൾക്ക് പ്രൊമോഷൻ എന്ന് വന്നു. 1/7/14 ശേഷമാണ് ആ പ്രൊമോഷൻ വന്നത്. അങ്ങനെ 1/7/14 ശേഷമാണ് പ്രൊമോഷൻ വരുന്നെങ്കിൽ രണ്ടാമത് നിങ്ങൾ നോക്കണം ഇയാളുടെ ഹയർ ടൈം സ്കെയിലിലെ മിനിമം പേ എത്ര. ഹയർ ടൈം സ്കെയിലിലെ മിനിമം പേ 68-700 എക്സീഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം 2 റൂളേ ഉള്ളൂ, 28-ഉം 37A-യും. അപ്പോൾ ഈ 28-ഉം 37A-യും ഉപയോഗിക്കുമ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സബ്സ്റ്റാൻറ്റീവ് ടു സബ്സ്റ്റാൻറ്റീവ് പ്രൊമോഷൻ ആണെങ്കിൽ റൂൾ 28-ഉം സബ്സ്റ്റാൻറ്റീവ് ടു ഒഫീഷ്യേറ്റിംഗ് ആണെങ്കിൽ റൂൾ 37A ഉപയോഗിക്കാം. ഇനി 68-700 എക്സീഡ് ചെയ്തില്ലെങ്കിലോ അവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ട റൂളാണ് 28A. അപ്പോൾ ഈ 3 റൂളും നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒന്ന്, സബ്സ്റ്റാൻറ്റീവ് ടു സബ്സ്റ്റാൻറ്റീവ് പ്രൊമോഷൻ 68-700 എക്സീഡ് ചെയ്തു. ഏത് റൂളെന്ന് ചോദിച്ചാൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം റൂൾ 28. സബ്സ്റ്റാൻറ്റീവ് ടു ഒഫീഷ്യേറ്റിംഗ് ആണെങ്കിൽ റൂൾ 37A. 68-700 എക്സീഡ് ചെയ്യാത്ത എല്ലാ കേസിലും നമ്മൾ ഉപയോഗിക്കുന്ന റൂള് 28A. ഇനി നമുക്ക് ഓരോ റൂളായിട്ട് പറയാം. ഇപ്പോൾ റൂൾ 28 ഏത് സാഹചര്യത്തിൽ, റൂൾ 37A ഏത് സാഹചര്യത്തിൽ, അതേപോലെ തന്നെ 28A ഏത് സാഹചര്യത്തിൽ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഞാൻ റൂള് 28 ആണ് എടുക്കുന്നത്. 28ൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? അപ്പോൾ അതിന് മുന്നേ ഞാൻ ഒന്ന് പറയുന്നു. 28 നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം, പ്രൊമോഷൻ 1/7/14 ശേഷമായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ ഹയർ ടൈം സ്കെയിലിലെ മിനിമം പേ 68-700 എക്സീഡ് ചെയ്യണം. മൂന്നാമത് സബ്സ്റ്റാൻറ്റീവ് ടു സബ്സ്റ്റാൻറ്റീവ് പ്രൊമോഷൻ ആയിരിക്കണം. എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് റൂള് 28. ഇത് 3 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് റൂൾ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, പരീക്ഷയ്ക്ക് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ റൂൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇത് 3 കാര്യങ്ങൾ നോക്കിയാൽ മാത്രം മതി. അങ്ങനെ 3 കാര്യങ്ങൾ നോക്കി നിങ്ങൾ റൂൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പേ ഫിക്സ് ചെയ്യണം. അപ്പോൾ പേ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇയാളുടെ പ്രൊമോഷൻ ഡേറ്റിലുള്ള പേ എത്രയാണെന്ന് നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു പ്രൊമോഷൻ ഏത് ഡേറ്റാണെന്ന് നോക്കിയിട്ടാണ് റൂൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പ്രൊമോഷൻ ഡേറ്റിലുള്ള പേ എത്രയാണ്. അപ്പോൾ പ്രൊമോഷൻ ഡേറ്റിലെ പേ എന്ന് പറയുന്നത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പേ എത്രയെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നാൽ നമുക്കിതിനെ ഹയർ ടൈം സ്കെയിലിലേക്ക് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യണം. അങ്ങനെയാണ് പേ ഫിക്സേഷൻ നടക്കുന്നത്. ലോവർ എന്ന് പേ എടുത്തിട്ട് ഹയർ ടൈം സ്കെയിലിൽ കൊണ്ട് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഫിക്സ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വരും, നിങ്ങൾ പേ എത്രയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഏറ്റവും ഹയർ ടൈം സ്കെയിലുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ശമ്പളം വാങ്ങുന്നവർക്കാണ് ഈ റൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളായിട്ട് ഞാനൊരു കാര്യം പറയാം. ഒരാൾ പേ വാങ്ങുന്നത് 81,000 രൂപയാണ് പേ വാങ്ങുന്നതെന്ന് വെച്ചോളൂ. അയാൾക്ക് പ്രൊമോഷൻ കിട്ടി. അയാളുടെ ഈ പേ കൊണ്ട് നമുക്ക് ഹയർ ടൈം സ്കെയിലിൽ കൊണ്ട് ഫിക്സ് ചെയ്യണം. അങ്ങനെ പേ ഹയർ ടൈം സ്കെയിലിൽ കൊണ്ട് ഫിക്സ് ചെയ്യണമെങ്കിൽ ഈ 81,000 എന്നുള്ള സ്റ്റേജ് ഹയർ ടൈം സ്കെയിലിൽ ഉണ്ടാവും. അങ്ങനെ സെയിം സ്റ്റേജ് വന്നാൽ നിങ്ങൾ പേ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇൻക്രിമെൻ്റ് അവിടുത്തെ ബെനിഫിറ്റ് കിട്ടുന്നു. അപ്പോൾ 28ൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ സമയത്തുള്ള പേയെ ഹയർ ടൈം സ്കെയിലിലേക്ക് കൊണ്ട് ഫിക്സ് ചെയ്യുന്നു. അങ്ങനെ ഫിക്സ് ചെയ്യുമ്പോൾ അത് ഹയർ ടൈം സ്കെയിലിൽ സ്റ്റേജ് ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൊടുക്കുന്നു. ഒന്നുകൂടെ പറയാം, ഇയാളുടെ പേ പ്രൊമോഷൻ സമയത്തുള്ള പേ എടുക്കുക, പേ എടുത്തിട്ട് ഹയർ ടൈം സ്കെയിലിലേക്ക് കൊണ്ട് ഫിക്സ് ചെയ്യുക. അത് സ്റ്റേജ് ആണെന്ന് നോക്കുക. അത് സ്റ്റേജ് ആണെങ്കിൽ
നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് പ്രൊമോഷൻ സമയത്തുള്ള അയാളുടെ പേ ആയി. ഇനി നമുക്ക് അയാൾക്ക് എന്ന് അടുത്ത ഇൻക്രിമെൻ്റ് കൊടുക്കാം. നമുക്കറിയാം സബ്സ്റ്റാൻറ്റീവ് ടു സബ്സ്റ്റാൻറ്റീവ് പേ ആണ്. ലോവർ പോസ്റ്റും സബ്സ്റ്റാൻറ്റീവ് ആണ്, ഹയർ പോസ്റ്റും സബ്സ്റ്റാൻറ്റീവ് ആണ്. ഇയാൾക്ക് സബ്സ്റ്റാൻറ്റീവ് ടു സബ്സ്റ്റാൻറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരാൾക്ക് ഒരു രണ്ടാമത്തെ പോസ്റ്റിലേക്ക് ലീൻ കിട്ടിക്കഴിഞ്ഞാൽ പ്രീവിയസ് പോസ്റ്റ് ഇയാൾക്ക് ഒരു ബന്ധമില്ല. അതുകൊണ്ട് ഇയാൾക്ക് അടുത്ത ഇൻക്രിമെൻ്റ് കൊടുക്കുന്നത് എന്നാണോ പ്രൊമോഷൻ കിട്ടിയത്, പ്രൊമോഷൻ കിട്ടിയ ഡേറ്റ് മുതൽ 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് അടുത്ത ഇൻക്രിമെൻ്റ് ഇയാൾക്ക് കൊടുക്കുന്നത്. പ്രൊമോഷൻ കിട്ടി 1 കൊല്ലം കഴിഞ്ഞിട്ട് അയാൾക്ക് ഇൻക്രിമെൻ്റ് കൊടുക്കുന്നു. അപ്പോൾ റൂൾ 28ൻ്റെ പ്രത്യേകത പേ വിൽ ബി ഫിക്സ്ഡ് ഇൻ ദ നെക്സ്റ്റ് ഹയർ സ്റ്റേജ്. അങ്ങനെ നെക്സ്റ്റ് ഹയർ സ്റ്റേജിൽ ഫിക്സ് ചെയ്യുക, 1 കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത ഇൻക്രിമെൻ്റ് കൊടുക്കുക. അതാണ് റൂൾ 28. പിന്നെ എല്ലാം ഓരോ കൊല്ലം കഴിഞ്ഞിട്ട്, അപ്പോൾ ഓരോ കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇൻക്രിമെൻ്റ് കൊടുക്കുന്നത്. അങ്ങനെ വേണം പേ ഫിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടി 28. അപ്പോൾ സബ്സ്റ്റാൻറ്റീവ് ടു സബ്സ്റ്റാൻറ്റീവ് പ്രൊമോഷൻ വരികയാണെങ്കിൽ നിങ്ങൾ ഈ കണ്ടീഷൻസ് എല്ലാം നോക്കിയിട്ട് ഈ പേ ഫിക്സേഷൻ കണ്ടീഷൻ നോക്കാം. ഇതാണ് റൂൾ 28. അപ്പോൾ 28ൽ റൂൾ ഹയർ സ്റ്റേജിൽ ഫിക്സ് ചെയ്യുക, അടുത്ത ഇൻക്രിമെൻ്റ് 1 ഇയർ കഴിഞ്ഞ് കൊടുക്കുക. ഇനി അടുത്തത് 37A സ്മാൾ എ. 37 സ്മാൾ എ. 37A ആണെങ്കിൽ പ്രൊമോഷൻ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു സബ്സ്റ്റാൻറ്റീവ് ടു ഒഫീഷിയേറ്റിംഗ് ആയിരിക്കും. സബ്സ്റ്റാൻറ്റീവ് ടു ഒഫീഷിയേറ്റിംഗ് ആയിരിക്കും 37A. നേരത്തെ സബ്സ്റ്റാൻറ്റീവ് ടു സബ്സ്റ്റാൻറ്റീവ് ആണ് 28 എന്ന് പറഞ്ഞത്. ഇപ്പോൾ സബ്സ്റ്റാൻറ്റീവ് ടു ഒഫീഷിയേറ്റിംഗ് ആണ് 37A എന്ന് പറയുന്നത്. ഇനി പേ ഫിക്സേഷൻ 28ൽ എങ്ങനെയാണോ പേ ഫിക്സ് അതേപോലെ തന്നെ ഇതിലും പേ ഫിക്സ് ചെയ്യാം. അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ സമയത്തുള്ള പേ എടുക്കുക, ആ പ്രൊമോഷൻ സമയത്തുള്ള പേയെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഫിക്സ് ചെയ്യുക. അതാണ് നമ്മൾ 28 ചെയ്തത്. അത് തന്നെയാണ് നിങ്ങൾ 37Aയിലും ചെയ്യേണ്ടത്. പേ അറ്റ് ദി ടൈം ഓഫ് പ്രൊമോഷൻ വിൽ ബി ഫിക്സ്ഡ് ഇൻ ദ നെക്സ്റ്റ് ഹയർ സ്റ്റേജ്. കാരണം സ്റ്റേജ് ആയിരിക്കും, ആ സ്റ്റേജ് ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഫിക്സ് ചെയ്യുക പ്രൊമോഷൻ സമയത്ത്. പിന്നെ എന്താ 28ഉം 37Aയും തമ്മിലുള്ള വ്യത്യാസം? അതിലൊരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, സബ്സ്റ്റാൻറ്റീവ് ടു ഒഫീഷിയേറ്റിംഗ് പ്രൊമോഷനാണ് 37A എന്ന് പറയുന്നത്. സബ്സ്റ്റാൻറ്റീവ് ടു ഒഫീഷിയേറ്റിംഗ് പ്രൊമോഷൻ. അങ്ങനെ സബ്സ്റ്റാൻറ്റീവ് ടു ഒഫീഷിയേറ്റിംഗ് പ്രൊമോഷൻ ആയതുകൊണ്ട് ഇയാളുടെ പഴയ ഇൻക്രിമെൻ്റ് ഡേറ്റിൽ ഒരു പേ ചേഞ്ച് ഉണ്ടാകും. അങ്ങനെ പഴയ ഇൻക്രിമെൻ്റ് ഡേറ്റിൽ ഒരു പേ ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ഫിക്സേഷൻ കൂടെ നിങ്ങൾ ആ പേ ചേഞ്ച് വരുന്ന ഡേറ്റ് കൊടുക്കേണ്ടി വരും. അങ്ങനെ രണ്ടാമത് ഒരു ഫിക്സേഷൻ കൂടെ കൊടുക്കുന്നതിനെയാണ് റീഫിക്സേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഇതും തമ്മിലുള്ള വ്യത്യാസം, സബ്സ്റ്റാൻറ്റീവ് ടു സബ്സ്റ്റാൻറ്റീവ് പ്രൊമോഷന് നമുക്ക് റീഫിക്സേഷൻ ഇല്ല. സബ്സ്റ്റാൻറ്റീവ് ടു ഒഫീഷിയേറ്റിങ്ങിനാണ് റീഫിക്സേഷൻ ഉള്ളത്. അത് എപ്പോഴും റീഫിക്സേഷൻ കൊടുക്കുന്നത് പഴയ ഇൻക്രിമെൻ്റ് ഡേറ്റിലാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ബെനഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ റീഫിക്സേഷൻ കൊടുക്കത്തുള്ളൂ. അപ്പോൾ റീഫിക്സേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ പഴയ ഇൻക്രിമെൻ്റ് ഡേറ്റിലുള്ള പേ എടുക്കുന്നു, എങ്ങനെയാണോ പ്രൊമോഷൻ ഫിക്സ് ചെയ്ത് അതുപോലെ തന്നെ റീഫിക്സ് ചെയ്യുന്നു. സ്റ്റേജ് ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജ് കൊടുക്കുന്നു. ഇനി അടുത്ത ഇൻക്രിമെൻ്റ് ഈ ഡേറ്റ് മുതൽ 1 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ഏത് ഡേറ്റ്? റീഫിക്സേഷൻ ഡേറ്റ് മുതൽ 1 കൊല്ലം കഴിഞ്ഞാലേ അടുത്ത ഇൻക്രിമെൻ്റ് കൊടുക്കാവൂ. അപ്പോൾ നിങ്ങൾക്ക് 28ഉം 37Aയും തമ്മിൽ വ്യത്യാസം മനസ്സിലായി കാണും. ഒന്നുകിൽ 28ന് പ്രൊമോഷൻ ഫിക്സേഷൻ മാത്രമേ ഉള്ളൂ, 1 കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത ഇൻക്രിമെൻ്റ് കിട്ടുന്നു. 37A ആണെങ്കിൽ പ്രൊമോഷൻ സമയത്തും ഫിക്സേഷൻ കൊടുക്കുന്നു, പഴയ ഇൻക്രിമെൻ്റ് ഡേറ്റ് വരുമ്പോൾ റീഫിക്സേഷനും കൊടുക്കുന്നു. റീഫിക്സേഷൻ ഡേറ്റ് മുതൽ 1 കൊല്ലം കഴിഞ്ഞാൽ മാത്രമേ ഇൻക്രിമെൻറ്റും കൊടുക്കത്തുള്ളൂ. ഇതാണ് 28Aയും 37Aയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ 28 ആണെങ്കിൽ സബ്സ്റ്റാൻറ്റീവ് ടു സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റും 37A ആണെങ്കിൽ സബ്സ്റ്റാൻറ്റീവ് ടു ഒഫീഷിയേറ്റിംഗ് പോസ്റ്റിലുമാണ് ഫിക്സേഷൻ നടക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലിയർ ആയിട്ട് ഒരു പിക്ചർ കിട്ടി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അതിൽ പ്രധാനമായിട്ട് ഞാൻ 3 റൂളാണ് പറഞ്ഞത്.
പ്രൊമോഷന് വേണ്ടി റൂൾ 28, റൂൾ 37A, റൂൾ 28A. പക്ഷേ ഇവിടെ നമുക്കിനി പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഞാൻ റൂൾ 28 ആണ് പറയുന്നത്. അപ്പോൾ റൂൾ 28ൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സബ്സ്റ്റാൻറ്റീവ് ടു സബ്സ്റ്റാൻറ്റീവ് പ്രൊമോഷൻ ആയിരിക്കണം. പ്രൊമോഷൻ നടക്കുന്നത് 1/7/14 ശേഷമായിരിക്കണം. പേ ഫിക്സ് ചെയ്യുന്നത് നെക്സ്റ്റ് സ്റ്റേജിലേക്കായിരിക്കണം. ഇതാണ് 28ൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ 28ൻ്റെ ഈ പ്രോബ്ലം ഞാനിവിടെ തന്നിട്ടുണ്ട്. അതിൽ ലോവർ ടൈം സ്കെയിൽ എന്നിവിടെ എഴുതിയിട്ടുണ്ട്, ഹയർ ടൈം സ്കെയിൽ എന്ന് എഴുതിയിട്ടുണ്ട്. ലോവർ ടൈം സ്കെയിലിൻ്റെ മിനിമം 77,400, 1,800, 81,000, 2,000, 97,000, 1,15,200. ഇതാണ് ലോവർ ടൈം സ്കെയിൽ. ഇനി നമുക്ക് ഹയർ ടൈം സ്കെയിൽ എന്ന് പറയുന്നത് തുടങ്ങുന്നത് 81,000, അതേപോലെ 2,000, 97,000, 1,17,600. ഇതാണ് 2 സ്കെയിലുകൾ. അപ്പോൾ നമുക്ക് ഇതിൽ 28 അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹയർ ടൈം സ്കെയിലിലെ മിനിമം പേ എത്രയാണെന്ന് നോക്കുക. ഇതിൽ നോക്കുമ്പോൾ ഹയർ ടൈം സ്കെയിലിലെ മിനിമം പേ എന്ന് പറയുന്നത് 81,000 ആണ്. അപ്പോൾ ഹയർ ടൈം സ്കെയിലിൻ്റെ മിനിമം പേ 81,000 എന്ന് പറഞ്ഞാൽ 68,700 എക്സീഡ് ചെയ്തു. അപ്പോൾ 68,700 എക്സീഡ് ചെയ്താൽ ഉപയോഗിക്കുന്ന റൂള് 28. പക്ഷേ അങ്ങനെ മാത്രം പറയാൻ പറ്റത്തില്ല. അതിൽ സബ്സ്റ്റാൻറ്റീവ് SUV ഞാൻ എഴുതിയിരിക്കുന്ന സബ്സ്റ്റാൻറ്റീവ്, ഇത് സബ്സ്റ്റാൻറ്റീവ്. അപ്പോൾ ഈ സബ്സ്റ്റാൻറ്റീവ് പ്രൊമോഷനിൽ നിന്ന് ഒരാൾ സബ്സ്റ്റാൻറ്റീവ് പ്രൊമോഷനിലേക്ക് പോകുമ്പോഴാണ് റൂൾ 28 ഉപയോഗിക്കുന്നത്. അത് ഞാൻ നേരത്തെ വിശദീകരിച്ചതാണ്. എന്നിട്ട് ലോവർ ടൈം സ്കെയിലും തന്നിട്ടുണ്ട്, ഹയർ ടൈം സ്കെയിലും തന്നിട്ടുണ്ട്. എക്സാമിനേഷൻ നിങ്ങൾക്കൊരു പ്രോബ്ലം ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഈ ആളിന് എന്നാണ് പ്രൊമോഷൻ നടന്നതെന്നുള്ളതാണ്. അപ്പോൾ പ്രൊമോഷൻ നടന്നത് 11/1/19 എന്നാൽ അയാൾ എന്ന് മുതൽ പേ വാങ്ങുന്നു? അത് 1/7/18 മുതൽ പേ വാങ്ങുന്നു. 11/1/19 പ്രൊമോഷൻ നടന്നു. ഈ 2 കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് സാധാരണ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. അപ്പോൾ ഇതിൽ 1/7/18 ലോവർ ടൈം സ്കെയിലിൽ 81,000 രൂപ വാങ്ങുന്നു. ഇതാണ് ഞാൻ ഇതിൽ നിങ്ങൾ ഈ പ്രോബ്ലം എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എത്ര സ്കെയിലുണ്ട്, അത് ലോവർ ടൈം സ്കെയിൽ ഏത്, ഹയർ ടൈം സ്കെയിൽ ഏത്, അത് നോക്കുന്ന എപ്പോഴും മിനിമോ മാക്സിമോ ഒക്കെ നോക്കിയാണ് നിങ്ങൾ ലോവറും ഹയറും കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് 1/7/18 ഇയാൾ 81,000 പേ ലോവർ ടൈം സ്കെയിലിൽ വാങ്ങുന്നു. അയാൾ കപ്പാസിറ്റി എന്ന് പറയുന്ന സബ്സ്റ്റാൻറ്റീവ് കപ്പാസിറ്റിയാണ്. എന്നിട്ട് 11/1/19 ഇയാൾക്ക് പ്രൊമോഷൻ വരുന്നു. അപ്പോൾ 11/1/19 പ്രൊമോഷൻ വരുമ്പോൾ ഇയാൾ വാങ്ങുന്ന പേയും 81,000 പേ തന്നെ ആയിരിക്കും. അപ്പോൾ 81,000 പേ വാങ്ങുന്ന ഒരാൾ 28 പ്രകാരം പേ ഫിക്സ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതാ നോക്കി, ഇവിടെ 81,000 ഇയാളുടെ പേ. അപ്പോൾ ഈ പേ 81,000 നേരെ ഇവിടെ കൊണ്ടുവരുമ്പോൾ സ്റ്റേജ് നോക്കുക. സ്റ്റേജ് നോക്കുന്നത് 81,000 കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ഇൻക്രിമെൻ്റ് എത്രയെന്ന് നോക്കുക. അപ്പോൾ 81,000 കഴിഞ്ഞാൽ അടുത്ത ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് 2,000 അപ്പോൾ 81,000ൻ്റെ അടുത്ത സ്റ്റേജ് 83,000 അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഫിക്സ് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ 81,000ൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് ഹയർ ടൈം സ്കെയിലിൽ 83,000 അങ്ങനെയാണ് നമ്മൾ 11/1/19 ഇയാൾക്ക് 83,000 പേ വരുന്നത്. അപ്പോൾ ഇതിലൊരു കാര്യം പറയാം, ഇയാൾക്ക് എത്ര രൂപയുടെ വ്യത്യാസം വന്നു? അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് വ്യത്യാസം വന്ന് 2,000 രൂപ, ഒരു ഇൻക്രിമെൻറ്റിൻ്റെ വ്യത്യാസമാണ് വന്നത്. ഇതാണ് റൂൾ 28ൻ്റെ പ്രത്യേകത. അപ്പോൾ റൂൾ 28 എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, പ്രൊമോഷൻ 1/7/14 ശേഷമായിരിക്കണം. രണ്ടാമത് ഹയർ ടൈം സ്കെയിലിലെ മിനിമം പേ 68,700 എക്സീഡ് ചെയ്തിരിക്കണം.
മൂന്നാമത് സബ്സ്റ്റാൻറ്റീവ് ടു സബ്സ്റ്റാൻറ്റീവ് പ്രൊമോഷൻ ആയിരിക്കണം. ഇതാണ് 3 കാര്യങ്ങൾ. 1/7/18 81,000 പേ വാങ്ങുന്നു. 11/1/19 ഇയാൾക്ക് പ്രൊമോഷൻ കിട്ടുന്നു. പ്രൊമോഷൻ കിട്ടുമ്പോൾ ഇയാൾ വാങ്ങുന്ന പേ 81,000 തന്നെ ആയിരിക്കും. ഈ 81,000 പേയാണ് നമ്മൾ ഹയർ ടൈം സ്കെയിലിൽ കൊണ്ട് ഫിക്സ് ചെയ്യുന്നത്. ഫിക്സ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഫിക്സ് ചെയ്യും. അങ്ങനെ 83,000 കിട്ടുന്നു. ഇനി 11/1/19 83,000 കിട്ടിയാൽ ഇനി അടുത്ത ഇൻക്രിമെൻ്റ് എന്നുള്ളതാണ് പ്രശ്നം വരുന്നത്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിൽ നിന്ന് സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലേക്ക് പ്രൊമോഷൻ വരികയാണെങ്കിൽ എന്നാണോ ഒരാളെ പ്രൊമോട്ട് ചെയ്ത് പേ ഫിക്സ് ചെയ്യുന്നത് ആ ഡേറ്റ് മുതൽ 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് അടുത്ത ഇൻക്രിമെൻ്റ് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. സബ്സ്റ്റാൻറ്റീവ് ടു സബ്സ്റ്റാൻറ്റീവ് പ്രൊമോഷൻ ആണെങ്കിൽ 11/1/19 ഇയാളെ പേ ഫിക്സ് ചെയ്ത് 83,000 കൊണ്ടുവന്നു. എന്നാണോ ഇയാളെ പ്രൊമോഷൻ കിട്ടിയത് 11/1/19 മുതൽ പ്രൊമോഷൻ കിട്ടി. ആ 11/1/19 മുതൽ 1 കൊല്ലം കഴിയുമ്പോൾ ഇയാൾക്ക് ഇൻക്രിമെൻ്റ് കൊടുക്കുകയുള്ളൂ. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ദിവസവും ഇൻക്രിമെൻറ്റിന് വേണ്ടി എടുക്കത്തില്ല. അപ്പോൾ 28ൻ്റെ വേറൊരു പ്രത്യേകതയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 1/1/20 അയാൾക്ക് നെക്സ്റ്റ് ഇൻക്രിമെൻറ്റ് കിട്ടുന്നു. പ്രൊമോഷൻ ഡേറ്റ് മുതൽ 1 കൊല്ലം കഴിയുമ്പോഴാണ് നെക്സ്റ്റ് ഇൻക്രിമെൻറ്റ് കിട്ടുന്നത്. ഞാനിത് ഒന്നുകൂടെ പറയാം. ഈ പ്രോബ്ലത്തിൽ റൂൾ 28 ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. റൂൾ 28 അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, പ്രൊമോഷൻ സബ്സ്റ്റാൻറ്റീവ് ടു സബ്സ്റ്റാൻറ്റീവ് പ്രൊമോഷൻ ആയിരിക്കണം. രണ്ടാമത് ലോവർ ടൈം സ്കെയിലിൽ നിന്ന് ഹയർ ടൈം സ്കെയിലിലേക്ക് ആയിരിക്കണം പ്രൊമോഷൻ നടക്കേണ്ടത്. നമുക്കിവിടെ അറിയാം ലോവർ ടൈം സ്കെയിലിൽ നിന്നും ഹയർ ടൈം സ്കെയിലും ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. 7400 മുതൽ 1,15,200 വരെയാണ് ലോവർ ടൈം സ്കെയില്. 81,000 മുതൽ 1,17,600 ഹയർ ടൈം സ്കെയില്. ഹയർ ടൈം സ്കെയിലിൻ്റെ മിനിമം പേ 68,700 എക്സീഡ് ചെയ്തു. സബ്സ്റ്റാൻറ്റീവ് ടു സബ്സ്റ്റാൻറ്റീവ് പ്രൊമോഷനാണ്. അതുകൊണ്ട് നമ്മൾ റൂള് 28 ഉപയോഗിക്കുന്നു. അടുത്ത പേ ഫിക്സ് ചെയ്യുന്ന രീതി 1/7/18 81,000 കിട്ടുന്നു. 11/1/19 ഇയാൾക്ക് പ്രൊമോഷൻ കിട്ടുന്നു. പ്രൊമോഷൻ കിട്ടുമ്പോൾ ഇയാളെ പേ എന്ന് പറയുന്ന നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഫിക്സ് ചെയ്യുന്നു. അത് 83,000 ഇവിടെ സ്റ്റേജ് എന്ന് പറയുന്ന 81,000 കഴിഞ്ഞാൽ 83, 85, 87 അങ്ങനെ ആണ് സ്റ്റേജ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെ നെക്സ്റ്റ് സ്റ്റേജാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് 81,000ൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 83,000. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഇൻക്രിമെൻ്റ് എന്ത് കൊടുക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് എന്നാണോ പ്രൊമോഷൻ കിട്ടിയത് 1 കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത ഇൻക്രിമെൻ്റ് കൊടുക്കുന്നു. ആ അടുത്ത ഇൻക്രിമെൻ്റ് 1-ാം തീയതി ആയതുകൊണ്ട് 1/1/20 അയാൾക്ക് അടുത്ത ഇൻക്രിമെൻ്റ് വരുന്നു. 85,000 ഫിക്സ് ചെയ്യുന്നു. ഇനി അങ്ങോട്ടല്ല 1/1/21 അങ്ങനെ ആയിരിക്കും ഇയാളുടെ ഇൻക്രിമെൻ്റ് പോകുന്നത്. അങ്ങനെയാണ് റൂൾ 28ൻ്റെ ഫിക്സേഷൻ നടക്കുന്നത്. നമുക്കിനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഇവിടെയും റൂൾ 28 ആണ്. സബ്സ്റ്റാൻറ്റീവ് ടു സബ്സ്റ്റാൻറ്റീവ് പ്രൊമോഷനാണ്. ലോവർ ടൈം സ്കെയില്, ഹയർ ടൈം സ്കെയില്. സ്കെയില് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. 68,700, 11,000, 1,10,14,400. ഇവിടെ 85,000 എഴുതിയിട്ടുണ്ട്. 1,17,600. ഇതാണ് 2 സ്കെയിലുകൾ. ഞാനിതിൻ്റെ മിനിമം മാത്രമേ എഴുതിയിട്ടുള്ളൂ. മിനിമം മാക്സിമം രണ്ടിലും മിനിമം മാക്സിമം. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും ഇൻക്രിമെൻ്റ് എവിടെയെന്ന്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇത് വരുമ്പോൾ അതിൻ്റെ ഇൻക്രിമെൻറ്റിന് വേണ്ടി സെപ്പറേറ്റ് ഒരു എക്സ്ട്രാക്റ്റ് ആണ് പരീക്ഷയ്ക്ക് ടെസ്റ്റിന് കൊടുത്തിരുന്നത്. എക്സ്ട്രാക്റ്റ് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. 72,000, 1,800, 81,000, 2,000, 97,000 അതാണ് അതിൻ്റെ എക്സ്ട്രാക്റ്റ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇൻക്രിമെൻ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കോളൂ. 68,700 ലോവർ ടൈം സ്കെയിലിൻ്റെ മിനിമം, 1,10,14,400 ലോവർ ടൈം സ്കെയിലിൻ്റെ മാക്സിമം. പ്രൊമോഷൻ കിട്ടിയ പോസ്റ്റ് എന്ന് 85,000 ഹയർ ടൈം സ്കെയിലിൻ്റെ മിനിമം, 1,17,600 മാക്സിമം. അപ്പോൾ നമുക്കിതിൻ്റെ പേ ഫിക്സ് ചെയ്യുമ്പോൾ റൂൾ 28 ആണെന്ന് നിങ്ങൾക്കറിയാം. കാരണം സബ്സ്റ്റാൻറ്റീവ് ടു സബ്സ്റ്റാൻറ്റീവ് ആണ്. ലോവർ ടൈം സ്കെയിലിൽ നിന്ന് ഹയർ ടൈം സ്കെയിലേക്ക് പോകുന്നു. പ്രൊമോഷൻ നടന്നത് 2019.
അതുകൊണ്ടെല്ലാം റൂൾ 68,700 എക്സീഡ് ചെയ്തു. അതാണ് മെയിൻ. 85,000 ആണ്. 68,700 എക്സീഡ് ചെയ്തു. അതുകൊണ്ട് ഇവിടെ ഉപയോഗിക്കേണ്ട റൂള് 28. ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതാ നോക്കിക്കോളൂ. 1/1/18 ഇയാൾ പേ വാങ്ങുന്ന ഡേറ്റ് ആണ്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഈ 1/1/18 എന്ന് പറയുന്നത് ഇയാൾ പേ വാങ്ങുന്ന ഡേറ്റാണ്. അയാളുടെ ഇൻക്രിമെൻറ്റ് ഡേറ്റ് ആയിട്ട് ഇത് വരും. 1/1/18 ഇൻക്രിമെൻറ്റ് ഡേറ്റ് ആയിട്ട് വരും. അപ്പോൾ 1/1/18 68,700 1,10,400 85,000 രൂപ ഇവിടെ വാങ്ങുന്നു എന്നുള്ളതാണ് ഞാനിത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 1/1/18 85,000 വാങ്ങുന്നു. 1/1/19 ഇയാൾക്ക് പ്രൊമോഷൻ കിട്ടി. പ്രൊമോഷൻ കിട്ടുകയാണെങ്കിൽ പേ എത്ര ഫിക്സ് ചെയ്യും എന്നുള്ളതാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1/1/19 പേ ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരാൾക്ക് ഒരു കൊല്ലം കഴിയുമ്പോൾ നമുക്കൊരു ഇൻക്രിമെൻറ്റ് കൊടുക്കണം. ഒരിക്കലും ഇൻക്രിമെൻറ്റ് കൊടുക്കാതിരിക്കരുത്. 1/1/18 85,000 വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാൾ 1/1/19 ആവുമ്പോൾ അയാൾക്ക് ഒരു ഇൻക്രിമെൻറ്റ് കിട്ടുന്നു. അപ്പോൾ ഈ 85,000 ഇൻക്രിമെൻറ്റ് ഈ സ്കെയിലിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ എവിടെ നോക്കും? അപ്പോൾ താഴെ നിങ്ങൾ എക്സ്ട്രാക്റ്റ് നോക്കുക. എക്സ്ട്രാക്റ്റിൽ 85,000 ഇൻക്രിമെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതാ നോക്കിക്കോ. ഇവിടെ 81,000 മുതൽ 97,000 വരെ 2,000 രൂപയാണ് ഇൻക്രിമെൻറ്റ്. ഇവിടെ താഴെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചോളണം പ്രോബ്ലത്തിൻ്റെ എല്ലാ വശങ്ങളും. ഇതിങ്ങനെ കൊടുത്താൽ അതിൻ്റെ ഇൻക്രിമെൻറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ എക്സ്ട്രാക്റ്റ് കൊടുത്താലേ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഈ എക്സ്ട്രാക്റ്റ് കൊടുത്തിരിക്കുന്നത് 2,000. അപ്പോൾ 1/1/18 85,000 വാങ്ങുന്ന ഒരാൾ 1/1/19 ആകുമ്പോൾ അയാൾക്കൊരു ഇൻക്രിമെൻറ്റ് കൊടുക്കുന്നു, 2,000 ഇൻക്രിമെൻറ്റ് കൊടുക്കുന്നു. അങ്ങനെ അയാളുടെ പേ 87,000 ആയി. 87,000 ആകുമ്പോഴാണ് അയാൾക്ക് പ്രൊമോഷൻ വരുന്നത്. അപ്പോൾ 1/1/19 പ്രൊമോഷൻ വന്നപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ പേയെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ 87,000 നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 89,000 ആണ്. അത് നിങ്ങൾക്കറിയാം. നേരത്തെ ഞാൻ പറഞ്ഞു 81,000 കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് 83 ആണ്. 83ൻ്റെ അടുത്ത സ്റ്റേജ് 85 ആണ്. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ 85,000 വാങ്ങുന്ന ഒരാൾ പേ ഫിക്സ് ചെയ്യുമ്പോൾ 89,000 വന്നു. അതെങ്ങനെ വന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് വരുന്ന സംശയം. വേറെ ഒന്നും നോക്കണ്ട. 1/1/18 85,000 പേ വാങ്ങുന്ന ഒരാൾ 1/1/19 ആകുമ്പോൾ അയാൾക്കൊരു ഇൻക്രിമെൻറ്റ് കിട്ടുന്നു. ഒരു കൊല്ലം കഴിയുമ്പോൾ എല്ലാവർക്കും ഇൻക്രിമെൻറ്റ് കിട്ടുന്നു. അങ്ങനെ 87,000 ആയി. ആ 87,000 ആയപ്പോഴാണ് ഇയാൾക്ക് പ്രൊമോഷൻ കിട്ടിയത്. അപ്പോൾ ഇയാളുടെ പേ എത്രയായിട്ട് മാറി? 89,000 ആയിട്ട് മാറി. അപ്പോൾ 1/1/19 ഇയാൾക്ക് 89,000 കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വരും, 2 ഇൻക്രിമെൻറ്റ് ഇവിടെ കിട്ടിയില്ലേ എന്ന്. ശരിയാ, 2 ഇൻക്രിമെൻറ്റ് കൊടുത്തു. അതിൽ ഒരു ഇൻക്രിമെൻറ്റ് അയാളുടെ ആനുവൽ ഇൻക്രിമെൻറ്റും അടുത്ത ഫിക്സേഷൻ്റെ ഇൻക്രിമെൻറ്റാണ് അടുത്തതായിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ 1/1/19 ഇയാളുടെ പേ 89,000 ആയി. ഇനി നമുക്ക് നോക്കേണ്ടത് നെക്സ്റ്റ് ഇൻക്രിമെൻ്റ് എന്ന് കൊടുക്കും. അത് നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞതുപോലെ തന്നെ അടുത്ത ഇൻക്രിമെൻറ്റ് കൊടുക്കുന്നത് 1/1/19 കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിയുമ്പോൾ 1/1/20 ആയി. അപ്പോൾ 1/1/20 അയാൾക്ക് ഒരു ഇൻക്രിമെൻറ്റും കൂടെ കിട്ടുന്നു. അതാണ് 91,000. ഇതാണ് ഈ റൂൾ 28ൻ്റെ പ്രത്യേകത. ഇത് വേറെ ടൈപ്പ് പ്രോബ്ലമാണ്. അപ്പോൾ ഈ രണ്ടും എക്സാമിനേഷന് ചോദിച്ച 2 പ്രോബ്ലമാണ് ഞാൻ ഈ 28ഉമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നത്. ഒരു റൂളും ഒന്നുകൂടെ പറയാൻ, ഞാൻ ഈ 28 എന്ന റൂള് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രൊമോഷൻ നടന്നത് 1/7/2014 ശേഷമായിരിക്കണം. രണ്ടാമത്തെ ഹയർ ടൈം സ്കെയിലിലെ മിനിമം പേ 68,700 എക്സീഡ് ചെയ്യണം. മൂന്നാമത്തെ കണ്ടീഷൻ സബ്സ്റ്റാൻറ്റീവ് ടു സബ്സ്റ്റാൻറ്റീവ് പ്രൊമോഷൻ ആയിരിക്കണം. അങ്ങനെ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് 28. എന്നിട്ട് പേ ഫിക്സ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് സ്റ്റേജിലായിരിക്കണം. അതാണ് ഞാനിവിടെ പറഞ്ഞത്. 1/1/18 85,000 പേ വാങ്ങുന്നു. 1/1/19 പ്രൊമോഷൻ കിട്ടിയപ്പോൾ അയാൾക്കൊരു ഇൻക്രിമെൻറ്റ് കിട്ടുന്നു. അങ്ങനെ അയാളുടെ പേ 87,000 ആയി. എന്നിട്ട് ആ പേ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഫിക്സ് ചെയ്യുന്നു. 89,000 ഫിക്സ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇൻക്രിമെൻറ്റ്
സബ്സ്റ്റാൻറ്റീവ് പ്രൊമോഷൻ ആയതുകൊണ്ട് നെക്സ്റ്റ് ഇൻക്രിമെൻറ്റ് അയാൾക്ക് 1 കൊല്ലം കഴിഞ്ഞിട്ടേ കൊടുക്കുകയുള്ളൂ. എന്നാണോ ഇയാൾക്ക് പ്രൊമോഷൻ കിട്ടിയത് ആ പ്രൊമോഷൻ ഡേറ്റ് മുതൽ 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് ഇൻക്രിമെൻറ്റ് കൊടുക്കുന്നത്. അത് 1/1/20 അയാളുടെ ഇൻക്രിമെൻറ്റ് ചേർത്തിട്ട് അയാളുടെ പേ 91,000 ആയി മാറുന്നു. അങ്ങനെയാണ് റൂൾ 28 അനുസരിച്ച് ഒരാളുടെ പേ ഫിക്സേഷൻ വരുമ്പോൾ ഇയാൾക്ക് പേ എത്ര കിട്ടും എന്നുള്ളത് നിങ്ങളിത് കൊണ്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റൂൾ 28ൻ്റെ പ്രത്യേകതയും. അതുപോലെ തന്നെ ഈ 28 എങ്ങനെ ഫിക്സ് ചെയ്യുക, വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പേ ഫിക്സ് ചെയ്യുക ആഫ്റ്റർ കംപ്ലീറ്റിംഗ് 1 ഇയർ ഫ്രം ദ ഡേറ്റ് ഓഫ് പ്രൊമോഷൻ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. നമുക്കിനി അടുത്ത റൂള് നോക്കാം. അത് 37A സ്മാൾ എ. ഇപ്പോൾ 37 സ്മാൾ എയുടെ പ്രത്യേകത എന്താണെന്ന് നേരത്തെ പറഞ്ഞതാണ്. സബ്സ്റ്റാൻറ്റീവ് ഒഫീഷ്യേറ്റിംഗ് കപ്പാസിറ്റിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന കേസുകളാണ് 37Aയിൽ വരുന്നത്. സബ്സ്റ്റാൻറ്റീവ് ഒഫീഷ്യേറ്റിംഗ്. നേരത്തെ ഞാൻ ചെയ്ത പ്രോബ്ലം എന്ന് പറയുന്ന സബ്സ്റ്റാൻറ്റീവ് ആണ്. ഇപ്പോൾ ഇത് സബ്സ്റ്റാൻറ്റീവ് ഒഫീഷ്യേറ്റിംഗ് ആണ്. ഒഫീഷ്യേറ്റിംഗ് ആയതുകൊണ്ട് നമുക്കത് 37A ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ ഒരു പ്രോബ്ലമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഇതാ നോക്കിക്കോ, അതിൻ്റെ മിനിമം പേ 81,000, മാക്സിമം 1,17,600. ഇവിടെ ഹയർ ടൈം സ്കെയിലാണെങ്കിൽ 85,000, മാക്സിമം 1,20,000. 1/7/18 ലോവർ ടൈം സ്കെയിലിൽ ഇയാൾ വാങ്ങുന്ന പേ 87,000 പേ ആണ്. 1/7/18 ലോവർ സ്കെയിലിൽ 87,000 വാങ്ങുന്നു. 10/11/18 ആവുമ്പോൾ പ്രൊമോഷൻ കിട്ടി. അപ്പോൾ 10/11/18 പ്രൊമോഷൻ കിട്ടിയപ്പോഴും ഇയാളുടെ പേ 87,000 തന്നെയാണ്. നേരത്തെ നമ്മൾ എങ്ങനെയാണോ ഫിക്സ് ചെയ്ത അതുപോലെ തന്നെയാണ് ഇവിടെയും പേ ഫിക്സേഷൻ വരുന്നത്. 87,000 വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനെ നമ്മൾ പേ ഫിക്സ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പേ ഫിക്സ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നോക്കിക്കോ, 87,000ത്തിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് 89,000 ആണ്. അപ്പോൾ നമുക്ക് 10/11/18 ഇയാളുടെ പേ 89,000 വരുന്നു. കാരണം നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വരുന്നു. ഇനി 28ൽ നിന്നൊരു പ്രത്യേകത, ഇതിൽ സബ്സ്റ്റാൻറ്റീവ് ഒഫീഷ്യേറ്റിംഗ് ആയതുകൊണ്ട് ഇയാൾക്ക് പ്രീവിയസ് പോസ്റ്റുമായിട്ട് ലീനുണ്ട്. അപ്പോൾ ലീൻ ഉള്ളത് കൊണ്ട് ഇയാളുടെ പഴയ ഇൻക്രിമെൻ്റ് ഡേറ്റ് നമുക്ക് നോക്കാം. പഴയ ഇൻക്രിമെൻ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1/7/18 പഴയ ഇൻക്രിമെൻ്റ് ഡേറ്റ്. അപ്പോൾ ആ 1/7/18 87,000 പേ വാങ്ങുന്ന ഒരാൾ പ്രൊമോഷൻ കിട്ടിയില്ലെങ്കിൽ 1/7/19 അയാളുടെ പേ മാറും, 89,000 ആയിട്ട് മാറും. പ്രൊമോഷൻ കിട്ടിയതുകൊണ്ട് 10/11/18 അയാൾക്ക് 89,000 കിട്ടി. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ 1/7/18 87,000 കിട്ടുന്ന ഒരാൾ 1/7/19 ആവുമ്പോൾ അയാളുടെ പേ 89,000 ആയി. ഇതിൻ്റെ ഒരു റൂൾ പൊസിഷൻ എന്ന് പറയുന്നത് പ്രൊമോഷൻ സമയത്തുള്ള പേയും അതുപോലെ പഴയ ഇൻക്രിമെൻ്റ് ഡേറ്റിലുള്ള പേയും ഒന്നാണെങ്കിൽ ഒരു ഫിക്സേഷൻ കൂടെ കൊടുക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ റൂൾ പൊസിഷൻ. പ്രൊമോഷൻ സമയത്തുള്ള പേയും പഴയ ഇൻക്രിമെൻ്റ് ഡേറ്റിൽ വാങ്ങുന്ന പേയും ഒന്നാണെങ്കിൽ ഒരു ഫിക്സേഷൻ കൂടെ കൊടുക്കണം. ആ രണ്ടാമത് കൊടുക്കുന്ന ഫിക്സേഷനെ പറയുന്ന പേരാണ് റീഫിക്സേഷൻ. അപ്പോൾ ഇവിടെ 89,000 വാങ്ങുന്നു. പ്രൊമോഷൻ സമയത്ത് എങ്ങനെയാണോ നമ്മൾ ചെയ്തത് അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ 89,000ത്തിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 91,000 ആണ്. അപ്പോൾ അയാൾക്ക് 1/7/19 91,000 കിട്ടുന്നു. ഒരു പക്ഷേ ഈ റീഫിക്സേഷൻ കൊടുത്തില്ലായിരുന്നു എങ്കിൽ ഈ 91,000 എന്നുള്ള പേ
അടുത്ത 11-ാം മാസമേ കിട്ടുള്ളൂ. അപ്പോൾ റീഫിക്സേഷൻ കൊടുത്തപ്പോൾ 91,000 എന്നുള്ള പേ 1/7/19 തന്നെ കിട്ടി. അത് ഇയാളുടെ ഒരു ബെനിഫിറ്റാണ്. ഇനി റീഫിക്സേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഇൻക്രിമെൻ്റ് എപ്പോഴും കൊടുക്കേണ്ടത് റീഫിക്സേഷൻ ഡേറ്റ് മുതൽ 1 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അത് 1/7/20 അടുത്ത ഇൻക്രിമെൻ്റ് വരുന്നത്. അന്ന് ഇയാൾ വാങ്ങുന്ന പേ 93,000 പേയുമാണ്. ഇതാണ് റൂൾ 37A പ്രത്യേകത. ഒന്നുകൂടെ ഞാൻ പറയാം. 1/7/18 87,000 പേ വാങ്ങുന്നു. 10/1/18 ഇയാൾക്ക് പ്രൊമോഷൻ കിട്ടുന്നു. ഈ 87,000 പേയെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഫിക്സ് ചെയ്യുന്നു. അങ്ങനെ 89,000 വരുന്നു. പഴയ ഇൻക്രിമെൻ്റ് ഡേറ്റ് വരുമ്പോൾ 1/7/19 ഇയാളുടെ പേ 89,000 വരുന്നു. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് 91,000 വരുന്നു. അതിനെയാണ് നമ്മൾ റീഫിക്സേഷൻ എന്ന് പറയുന്നത്. ഇയാൾക്ക് റീഫിക്സേഷൻ ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട് നെക്സ്റ്റ് ഇൻക്രിമെൻ്റ് കൊടുക്കുന്നത് 1/7/20 അത് 93,000 ഫിക്സ് ചെയ്യുന്നു. നമുക്കിനി അടുത്ത ഒരു പ്രോബ്ലം നോക്കാം. അതും റൂൾ 37A തന്നെയാണ്. കണ്ടീഷൻസ് എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ദ ഹയർ ടൈം സ്കെയിലിലെ മിനിമം പേ 77,400. എപ്പോഴും നിങ്ങൾ നോക്കേണ്ടത് ഹയർ ടൈം സ്കെയിലിലെ മിനിമം പേ 68,700 എക്സീഡ് ചെയ്താന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 77,400 എക്സീഡ് ചെയ്തു. സബ്സ്റ്റാൻറ്റീവ് ടു ഒഫീഷ്യേറ്റിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് റൂൾ 37A ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് ഈ പ്രോബ്ലത്തിൻ്റെ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയാണ്. 1/7/18 72,000 പേ വാങ്ങുന്നു. ഈ സ്കെയിലിൽ ലോവർ സ്കെയിലിൽ പേ വാങ്ങുന്നത് 72,000 ആണ്. 1/7/18 1/1/19 പ്രൊമോഷൻ വന്നു. പ്രൊമോഷൻ വന്നപ്പോഴും ഇയാളുടെ പേ 72,000 തന്നെയാണ്. നമുക്ക് ഈ 72,000 പേ ഫിക്സ് ചെയ്യണം. അടുത്ത ഞാൻ പറഞ്ഞു ഈ 28-നും 37A പേ ഫിക്സ് ചെയ്യുന്നത് നെക്സ്റ്റ് സ്റ്റേജാണ്. അപ്പോൾ ഇവിടെ 72,000 വരുന്നു. 72,000 വരുമ്പോൾ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് എപ്പോഴും നോക്കേണ്ടത് ഹയർ ടൈം സ്കെയിലിലാണ്. ഈ ഹയർ ടൈം സ്കെയിലിൽ നെക്സ്റ്റ് സ്റ്റേജ് നോക്കുമ്പോൾ ഹയർ ടൈം സ്കെയിലിലെ മിനിമം ശ്രദ്ധിക്കണം 77,400 അപ്പോൾ നമുക്ക് വേറെ ഒരു സംശയവും വേണ്ട. 72,000-നെ 77,400 അങ്ങ് ഫിക്സ് ചെയ്തു. 77,400. ഇനി സബ്സ്റ്റാൻറ്റീവ് ടു ഒഫീഷ്യേറ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് 1/7/19 എന്ന് പറയുന്നത് പഴയ ഇൻക്രിമെൻ്റ് ഡേറ്റിൽ പേ എത്ര വാങ്ങുന്നു എന്ന് നോക്കാം. അപ്പോൾ 1/7/18 72,000 വാങ്ങുന്ന ഒരാൾ ഇയാളുടെ 1,800 രൂപയാണ് ഇൻക്രിമെൻ്റ്. അപ്പോൾ 72,000 1,800 കൂടെ കൂട്ടുമ്പോൾ 73,800 വന്നു. എന്നിട്ട് ആ റീഫിക്സേഷൻ ഡേറ്റിൽ ഈ 73,800 നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് നോക്കി. ഇവിടെ ഫിക്സ് ചെയ്യുമ്പോഴും 77,400 കിട്ടുള്ളൂ. അപ്പോൾ 72,000 നമ്മൾ ഫിക്സ് ചെയ്തപ്പോഴും 77,400 കിട്ടി. റീഫിക്സേഷൻ ഡേറ്റിൽ 73,800 പേ ഫിക്സ് ചെയ്തപ്പോഴും ഈ 77,400 വരുള്ളൂ. അതുകൊണ്ട് ഇയാൾക്ക് റീഫിക്സേഷൻ എന്നുള്ള ബെനിഫിറ്റ് ഇല്ല. അതുകൊണ്ട് നോ റീഫിക്സേഷൻ. കാരണം റീഫിക്സേഷൻ കൊണ്ട് ഗുണമില്ല. അപ്പോൾ റീഫിക്സേഷൻ ഗുണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റീഫിക്സേഷൻ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ റീഫിക്സേഷൻ ബെനിഫിറ്റ് ഇല്ലാത്തത് കൊണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇയാൾക്ക് അടുത്ത ഇൻക്രിമെൻ്റ് എന്ന് കൊടുക്കും. അപ്പോൾ റീഫിക്സേഷൻ ബെനിഫിറ്റ് ഇല്ലെങ്കിൽ അടുത്ത ഇൻക്രിമെൻ്റ് കൊടുക്കുന്നത് പ്രൊമോഷൻ ഡേറ്റ് മുതൽ 1 കൊല്ലം കഴിഞ്ഞിട്ടാണ്. പ്രൊമോഷൻ ഡേറ്റ് 1/1/19 അപ്പോൾ 19 ഇയാൾ 77,400 പേ വാങ്ങുന്നത്. 1/1/20 അടുത്ത ഇൻക്രിമെൻ്റ് വരുന്നു. 1/1/20 അടുത്ത ഇൻക്രിമെൻ്റ് വരുമ്പോൾ 77,400 കൂടെ ഒരു ഇൻക്രിമെൻ്റ് ആഡ് ചെയ്യുന്നു. അതെപ്പോഴും ഹയർ ടൈം സ്കെയിലിൽ നിന്നാണ് നമ്മൾ ഇൻക്രിമെൻ്റ് ആഡ് ചെയ്യുന്നത്. 77,400 കൂടെ ഒരു ഇൻക്രിമെൻ്റ് കൂടെ ചേർക്കുമ്പോൾ 79,200 ആവുന്നു.
11/20 79,200 ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത റീഫിക്സ് ചെയ്യാം, പക്ഷേ റീഫിക്സ് ചെയ്താലും റീഫിക്സേഷൻ ബെനിഫിറ്റ് ഇല്ല. അങ്ങനെ ബെനിഫിറ്റ് ഇല്ലെങ്കിൽ ആ റീഫിക്സേഷൻ കൊടുക്കേണ്ട കാര്യവുമില്ല. ഇതാണ് ഈ റൂൾ 37A വേറൊരു രീതിയിലുള്ള പേ ഫിക്സേഷനാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്.